പല വീഡിയോയിലായിട്ട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഈ ഗാസ ഏറ്റെടുക്കും. ആര് എതിർത്താറ്? ഇപ്പം കേരളത്തിൽ ചില സാറ്റലൈറ്റ് ചാനൽ യൂട്യൂബുകളൊക്കെ പറഞ്ഞ് ഗാസയിൽ തൊടാൻ പറ്റില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ചില കാര്യം കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. എന്തുകൊണ്ടാണ് അമേരിക്ക ഇത് ഏറ്റെടുക്കുന്നു മറ്റുള്ള രാജ്യങ്ങൾ എതിർപ്പുണ്ടായിക്കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പോലെ ഈ പ്രതിഷേധ വാചകത്തിന് മാത്രമേ ഒതുക്കാൻ പറ്റുകയുള്ളൂ. ഇവർക്കൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത് മനസ്സിലാക്കുന്ന അമേരിക്കയുടെ അലയൻസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രാജ്യമാണ് ജോർദാൻ. അതേപോലെ തന്നെ ഈജിപ്ത് എടുക്കുക, സൗദി അറേബ്യ എടുക്കുക, അതേപോലെ UAE എടുക്കുക. ഈ രാജ്യങ്ങളൊക്കെ നിന്ന് നോക്കുക. എന്നിട്ട് ഈ പറയുന്ന ഇവിടുത്തെ വഹാബികളിലെ സുഡാപ്പികളിലൊക്കെ ഭയങ്കര രാജ്യമായ ഖത്തർ എടുക്കുക. ഈ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഏറ്റവും വലിയ സംഭവം പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയാണ്. അതായത് ഏത് സന്ദർഭത്തിലും എന്തും സംഭവിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവിടെ ഭരിക്കുന്നവർ ഏത് സമയത്ത് തെറിക്കാൻ പറ്റും. അങ്ങനെയുള്ള രാജ്യങ്ങളും ഭരിക്കുന്നവരെ രാജാക്കന്മാർ കിങ്ങും ക്രാപ്പും പോപ്പും ഒക്കെയാണ് ഈ രാജ്യത്തുള്ളത്. അല്ലാതെ ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഓതോറിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പാണ് ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. ഈ രാജ്യങ്ങളിലൊക്കെ ഒരു അമേരിക്കയ്ക്ക് വലിയൊരു അപ്പർ ഹാൻഡ് അത് ഈ രാജ്യങ്ങൾക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. അതാണ് ഇതിൻ്റെ പ്രാസൻ. ട്രംപ് ഗസ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ക്ലാരിറ്റി ആയിട്ടും പല ആൾക്കാരോടും ചോദിച്ചപ്പോഴേക്കും ഒരു പല ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെർട്ടൈസ് ഉണ്ട്. US-ലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഇതൊക്കെ വളരെയധികം മിഡിൽ ഈസ്റ്റ് ഏഷ്യയും വെസ്റ്റ് ഏഷ്യ ഒക്കെ ബോർഡർ അവർക്ക് ഇതിനെപ്പറ്റി പ്രത്യേകമായിട്ട് അറിയാം. ഇത് നടക്കാൻ പോകുന്നുള്ളൂ. കാരണം ട്രംപ് അതൊരു സൊല്യൂഷൻ ഉണ്ടാക്കും. ഇതൊരു ബിബ്ലിക്കൽ പ്രൊഫസിയാണ്. അതിനനുസരിച്ച് ട്രംപ് പോവുകയോ. ട്രംപ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ ട്രംപ് ഇത് ഔട്ടായിക്കോ. ഞാനെന്നെ കാൻഡി. അതുകൊണ്ടാണ് അവസാനം ട്രംപ് കൊടുത്തൊരു വാണിംഗ് ഇത് ശ്രദ്ധിച്ചോണം. അതായത് ഗസ അമേരിക്ക ഏറ്റെടുക്കും. അമേരിക്കയുടേതാണ് ഗസ, അതായത് ലോങ് ടേക്ക്. അതിനകത്ത് പാലസ്തീൻകാർ കയറാൻ പാടില്ല. എന്തായാലും ഇപ്പം മറ്റുള്ള ചില രാജ്യങ്ങൾ പ്രതിഷേധവും ചില യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുല്ല് പോലെയാണ് അമേരിക്ക തള്ളിക്കിടന്നത്. അതായത് അമേരിക്ക അഡ്മിനിസ്ട്രേഷൻ. അതിനെപ്പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അമേരിക്കൻ ഡെമോക്രാറ്റ്സ് ആയിട്ടുള്ള പാർട്ടിയുടെ നേതാക്കളും ഒരാൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം മിട്ടിയിട്ടില്ല. കാര്യം ഇത് അമേരിക്കൻ ജനതയുടെ തീരുമാനമാണ്. ഇസ്രായേലിന് വളരെ രാജ്യം വലുതാകുക. അപ്പം അതിൻ്റെ മേറ്റാണ് റിപ്പബ്ലിക് പാർട്ടി അധികാരത്തിൽ പോകുന്നത്. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പം നമ്മൾ ഇതിനകത്ത് എങ്ങനെ ആക്ച്വലി ഇടത്ത് അമേരിക്ക ഒന്നും അവിടെ ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻസ് ഉണ്ടാക്കും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ കഥ ഈജിപ്റ്റ് ആണെങ്കിൽ ജോർദാനിൽ ഇതിൻ്റെ പണി ആരംഭിച്ചു. ഇത് അഡ്വാൻസ് പണം കൊടുത്തു അമേരിക്ക അത് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം അതിൻ്റെ പണി നിർത്തിവെച്ചു പെട്ടെന്ന്. കാരണം മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ അതേശേഷം ഈ രാജ്യങ്ങൾക്ക് ഭയമുണ്ട് പണി നിർത്തിവെച്ചു. അപ്പോഴാണ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്, ഈ ഗസയുമായി ബന്ധപ്പെട്ട പലസ്തീൻകാരെ അവിടെ എടുത്തില്ല എങ്കിൽ ഈജിപ്തിനെയും ജോർദാനെയും അമേരിക്ക ഉപരോധമല്ല സാങ്ഷനിങ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? അമേരിക്ക അവർക്ക് കൊടുക്കുന്ന ഫിനാൻസ്, അതായത് പണം, സഹായം ഭക്തലാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ കേരളത്തിലെ സുഡാബികളും സാറ്റലൈറ്റ് ചാനൽ ആലോചിക്കുക, ഏത് രീതിയിലുള്ള സഹായമാണ് ജോർദാനാണെങ്കിലും ഈജിപ്തിന് അമേരിക്ക കൊള്ളുക. നിങ്ങൾ മനസ്സിലാക്കണം, സുഡാപ്പികൾ അതാണ് ഈ അറബ് രാജ്യങ്ങളാണ് ഭയങ്കര സാമ്പത്തിക തല്ലിയ. അപ്പം നിൻ്റെയൊക്കെ തലയിൽ എങ്ങനെയാണ് അമേരിക്ക ഈ രണ്ട് രാജ്യങ്ങൾക്കും സഹായം ചെയ്യുന്നത്? അതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കുക. ഇപ്പോൾ ജോർദാൻ ആനുവൽ ബജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 6 മുതൽ 7 ബില്യൺ ഡോളറാണ്. ഡോളറിൻ്റെ കണക്കനുസരിച്ച് ജോർദാനിയൻ കറൻസി വേറെയാണ്, ബില്യൻ്റെ കണക്കെടുക്കാൻ. ഇതിനകത്ത് അതായത് ബജറ്ററി സപ്പോർട്ട്, അവരെ എല്ലാ വർഷവും അവതരിപ്പിക്കുന്ന ബജറ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ 20%
അമേരിക്കൻ്റെ ഡയറക്റ്റ് പണം കൊടുക്കുകയാണ് ജോർദാൻ 20%. ആകെ 6 മുതൽ 7 ബില്യൺ വരെ ഉള്ളൂ. അതിൻ്റെ 20% അമേരിക്കൻ ഫണ്ടാണ് നേരിട്ട് കൊടുക്കുകയാണ് ജോർദാൻ. എന്തിനാണ്? എഡ്യൂക്കേഷൻ, അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം, ഇസ്ലാമിനെ മോഡിഫൈ ചെയ്യുക. അതുകൊണ്ടാണ് ജോർദാനിയൻ കിങ് ഇസ്ലാമുമായിട്ട് മാറിപ്പോകുന്നത്. അത് തലയ്ക്കകത്ത് എന്തുവാണ് ഈ സംഭവം? ബേസിക് നീഡ്സ് ആണ്, ഫുഡ്. ഇതിനൊക്കെ സപ്പോർട്ടീവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ വരുന്നേ. ആദ്യം അത് മനസ്സിലാക്കുക. അദ്ദേഹം ഡയറക്റ്റ് പ്രോഫറ്റ് മുഹമ്മദിന്റെ ഡയറക്റ്റ് ബന്ധുവാണ് എന്നാണ് പുസ്തകം എന്നുള്ള ആ പുളി അബ്ദുൾ പറയുന്ന ജോർദാനിയൻ കിങ് അബ്ദുള്ള. ഇനി അടുത്ത സപ്പോർട്ടാ USA, അതായത് അമേരിക്കൻ അല്ലാത്ത സഹായം. അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുക, നേഴ്സസിനെ പഠിപ്പിക്കുക, ഹെൽത്ത്, കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ കുത്തിവെപ്പ് നടത്തുക. ഇതൊക്കെ അമേരിക്കൻ എവിടാ മനസ്സിലാക്കുക. സുഡാപ്പീസിൽ നിന്നും അറിയിക്കും ഇതെന്തുവാ ഈ സപ്പോർട്ട്, എങ്ങനെ പോകുന്നു ആ രാജ്യം. അങ്ങനല്ല, നിങ്ങൾ ഓരോ ഡേറ്റ എടുക്കുക, ഓരോന്നൊക്കെ എടുക്കുക. ഇതൊക്കെ അമേരിക്കയാണ് ഫണ്ട് ചെയ്യുന്നത്. അതായത് കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധം, അവിടെ ജനങ്ങൾക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇതിനൊന്നും ആ രാജ്യത്തിന് കേപ്പബിലിറ്റി ഇല്ല. അവിടെ റിസർച്ച് നടത്തണം. എന്ത് റിസർച്ച്? ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച്. എന്നൊക്കെ അമേരിക്കൻ ഫണ്ടാണ് പോകരുത്. പിടികിട്ടിയോ സംഭവം? അതായത് എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത്. അതേപോലെ തന്നെ അവിടെ ഉള്ള പല യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് ഫണ്ടിങ് കൊടുക്കുന്ന അധ്യാപകർക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടി ആ രാജ്യം മുഴുവനും അമേരിക്കയുടെ താഴെ കൊണ്ട് വെച്ചേക്കുക. ഇനി അടുത്തത് ഞാൻ പറഞ്ഞ ബജറ്റ് എത്രയാണ്? 6 മുതൽ 7 ബില്യൺ വരെ. ഇനി എന്തൊക്കെ വേറെ സഹായം ആരംഭിച്ച് നോക്കുക, ഓരോന്നായിട്ട് എടുക്കുക. IMF വേൾഡ് ബാങ്കിൻ്റെ ലോൺ, ടൈം ലോൺ, ഈ രണ്ടും അതായത് വേൾഡ് ബാങ്കും IMF അമേരിക്കയുടേതാണ്. ബേസിക്കലി മറ്റുള്ള രാജ്യങ്ങൾ മെമ്പേഴ്സ് എന്നേ ഉള്ളൂ. അതിൻ്റെ മേജർ ഷെയർ അമേരിക്കയിലാണ്. അമേരിക്കയ്ക്ക് ഏത് രാജ്യത്തിനും ഈ ഫണ്ട് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാങ്ക് നിങ്ങളുടെ തലയിൽ അപ്പിടാൻ വേണ്ടി പറയുക, അത് നിയന്ത്രിക്കുന്ന ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആണ് ഒരു രാജ്യമോ. അയാളാണ് തീരുമാനിക്കുന്ന ആണ്ട് ലോൺ കൊടുക്കണം. ഇതിനകത്ത് IMFൻ്റെ അകത്ത് 16% അമേരിക്കയാണ്. ഈ 16% അമേരിക്കയാണ് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ ആകുമ്പോൾ അമേരിക്കയ്ക്ക് വീറ്റോ ചെയ്യുക, ഈ ഫണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന രാജ്യത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. ഇതേപോലെ തന്നെ വേൾഡ് ബാങ്ക് എന്നെ ഡയറക്റ്റ് അമേരിക്കൻ സിറ്റിസണായി, അങ്ങനെ കംപ്ലീറ്റ് അമേരിക്കയുടെ കൺട്രോളാണ് ഈ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാക്കുന്നതിന് ഫണ്ട് കൊടുക്കും, അത് വീറ്റോ ചെയ്യും. കാരണം ഈ 2 രാജ്യങ്ങളും അപ്ലൈ ചെയ്ത് ഫണ്ടിൻ്റെ ഇത്ര % മേടിച്ചോണ്ടിരിക്കും. ഇതിന് രണ്ടും കൂടെ IMFൻ്റെ വേൾഡ് ബാങ്കിൻ്റെ ഫണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ജോർദാൻ എന്ന് പറയുന്ന ഈ രാജ്യത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ രാജ്യം തന്നെ തകർത്തു. ഇതാണ് സംഭവം. പിന്നെ ഇവന്ന് ഫോറിൻ എസ്റ്റേറ്റ് ഫ്രാക്സ് ഏറ്റവും കൂടുതൽ US. കാരണം ഇത്തരം സാധനം അത് ഏകദേശം 2 ബില്യൺ അടുപ്പിച്ച് ഇവർ അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ മേലോട്ട് US ആകുമ്പോൾ 30% ടാരിഫ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കംപ്ലീറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടാട്ടെ. ഇതൊക്കെയാണ് ബോധം വെക്കേണ്ടത്. അതുകൊണ്ട് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഒരു ദിവസം ഓടാൻ വേണ്ടി സമ്പത്ത് വേണം. അതിന് ഈ പറയുന്ന അമേരിക്ക കൊടുത്തില്ല എങ്കിൽ ഈ രാജ്യം ഇല്ലാതായി. എന്തെങ്കിലും രാജ്യം പ്രശ്നം കഴിച്ച് മുന്നോട്ട് പോകും. നമ്മൾ ഇറാനിക്കേണ്ട എന്താ സംഭവിച്ചത്. അതേപോലെ മറ്റു പല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടമായ വേണ്ട മെയിൽ കൊടുക്കുന്ന ബജറ്ററി സപ്പോർട്ടിനകത്ത്, അതായത് ഈ ജോർദാൻ ആയുധങ്ങളും പോലീസിനുള്ള എക്യുപ്മെൻസും മേടിക്കാൻ വേണ്ടി അമേരിക്ക സ്പെസിഫിക് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ബജറ്ററി സപ്പോർട്ട്, എക്സ്റ്റൻഡഡ് സപ്പോർട്ട്. എന്താണ് വേണമെന്നറിയുന്നത്? ഈ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കണം, ഇത് വെപ്പൺസ് മേടിക്കുക, പട്ടാളത്തിന് വെപ്പൺസ് മേടിക്കണം. ഇത് വാങ്ങാൻ വേണ്ടി അമേരിക്ക അപ്പോട്ട് പണം കൊടുക്കുക. എന്നിട്ട് അമേരിക്ക ആ പണം അവർക്ക് ലോണായിട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ ഒന്ന് രാജ്യമാണ് ജോർദാൻ. ആ ജോർദാൻ എന്ത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനം എടുക്കാൻ പറയുന്നത്. അതായത് തലയും മുഴുവനും അമേരിക്കയുടെ കഷത്തിൽ പുത്തിരിച്ച് വെക്കുക. അല്ല ഒരു പുതിയ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമേരിക്ക പറയുന്ന ഈ സംഭവം
ജോർദാൻ പൂർണ്ണമായിട്ട് നീ അല്ലെങ്കിൽ ജോർദാനെ നശിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ജോർദാൻ കിങ് അവിടെ ഇരിക്കത്തില്ല. ഈ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഖത്തറിൻ്റെ ആളിലൊക്കെ ഒരു ഇരുത്തിയേക്കുന്ന അമേരിക്ക തെറ്റി തന്നെ ആ മുൻപറ്റിൽ അമേരിക്ക ദൂരൊക്കെയാണ്. ഇത്രയുള്ള ഈ രാജ്യങ്ങൾ. ഇനി അടുത്ത് ഈജിപ്റ്റ് എടുക്കുക. നിങ്ങൾ ഈജിപ്റ്റ് എക്കോണമിയെ പറ്റി വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് വളരെ മോശപ്പെട്ട എക്കോണമിയാണ് കഴിഞ്ഞ 30-40 വർഷത്തിലുള്ള ഈജിപ്റ്റ് നേരിടുന്നത്. പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഭയങ്കര പ്രശ്നം അവിടെ. മുസ്ലിം ബ്രദർ കൊണ്ടുവരുമ്പോൾ ഇസ്ലാമിൻ്റെ തീവ്രവാദം ആ രാജ്യത്തെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സഹായം കൊടുക്കുന്നത് അമേരിക്കൻ യൂറോപ്യൻ യൂണിയനോ. യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെ സഹായം വളരെ ലിമിറ്റഡാണ്. കാരണം അത്രേ ഉള്ള ഒന്നും കൊടുക്കുക. പക്ഷെ അമേരിക്കയുടെ സഹായം ലിമിറ്റഡ് അല്ല. ആ രാജ്യത്തിന് വേണ്ടി സഫീഷ്യൻ്റ് ആയിട്ടുള്ള സാധനം പറയും. വേൾഡ് ബാങ്കിൻ്റെ ഇപ്പം ഈജിപ്തിൻ്റെ ടോട്ടൽ എക്കോണമി എടുക്കുക 10 ബില്യൺ 11 ബില്യനാണ്. അതിൻ്റെ അകത്ത് ബജറ്ററി സപ്പോർട്ടിൻ്റെ 30% അമേരിക്ക കൊടുക്കുക. എത്ര ബില്യനാണ് ഡയറക്റ്റ് കൊടുക്കുക. പിന്നെ വേൾഡ് ബാങ്കിൻ്റെ IMFൻ്റെ ലോൺ ഏകദേശം 11 ബില്യൺ അടുക്കിച്ചു. ഇത് അമേരിക്ക കൊടുക്കുന്നത്. പിന്നീട് ഇവർ ചെയ്യുന്ന എക്സ്പോ. കാരണം ഫോറിൻ കറൻസി ഇല്ലാന്നുണ്ട് എക്സ്പോ. ഒരു കാര്യം മനസ്സിലാക്കുക, ഈജിപ്തിൽ നിന്ന് വന്ന രാജ്യം ഇമ്പോർട്ട് അത് വളരെയധികം കുറച്ചുകൊണ്ടിരിക്കും. കാരണം പണമില്ല, ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ല. കാരണം ഫ്യൂൽ എനർജിയൊക്കെ വാങ്ങുക. ആ രാജ്യം വല്ലാത്തൊരു സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായിരുന്നു. അവർക്ക് നേരെ ചോറ് ആലോചിച്ച് നോക്കിയിട്ട് സൂയസ് കനാൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി കൊടുക്കാൻ വരെ കൂട്ട് കഴിയില്ലേ. കാരണം ഏകദേശം എല്ലാ വർഷവും അവർക്ക് 70 ബില്യനകത്ത് വിറ്റിക്കൊള്ളുന്ന ആ സാധനം ഒരു വളരെ തുച്ഛമായി പോകും. കാരണം കൂത്തികളുണ്ടായി ആ സാധനം. ആ ഒരു ക്രൈസിസ് നേരിടുന്ന രാജ്യമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. ആ രാജ്യത്തിൽ അമേരിക്കയും കൂടെ അവർ ആ രീതിയിൽ സഹായം കൊടുത്തില്ലെങ്കിൽ ഈ രാജ്യം പൂട്ടിക്കിട്ടുമ്പോൾ യമനിനേക്കാളും നഷ്ടമായ പട്ടിണി രാജ്യത്ത് വായിക്കോളൂ. നീ ഈ രാജ്യത്തെ വേറെ പ്രത്യേകത അറിയോ? ഇവരാണെങ്കിൽ ഗവൺമെൻറ് റാങ്കിങ് ഷോയാണ്. പ്രൈവറ്റൈസേഷൻ വളരെ കുറച്ചേ ഉള്ളൂ. അവരിത് പ്രൈവറ്റൈസ് ചെയ്യാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിഫോം സ്ട്രക്ചറിലോട്ട് ഗവൺമെൻറ് വരികയാണ്. ഇവർക്ക് ഈ യുക്രൈൻ റഷ്യ വാറിനോടനുബന്ധിച്ച് ഇവരുടെ വീറ്റും സാധനവും ഭക്ഷ്യസാധനങ്ങളെല്ലാം മറ്റുള്ള രാജ്യത്ത് നിന്ന് വരും. ഉക്രൈനിൽ വരണം. അവിടെ ഒക്കെ ക്രൈസിസ് ഇറക്കി. ആ സമയത്ത് അമേരിക്കയാണ് സഹായിച്ചു ഇവർക്ക് ബീറ്റും മറ്റുള്ള സാധനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ചീപ്പായിട്ടൊക്കെ കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ ആഹാരം മേടിക്കാൻ പറ്റത്തില്ലായിരുന്നു. മെഡിക്കൽ സപ്ലൈ, മെഡിസിൻ, ഈ സാധനമൊക്കെ ഈ അമേരിക്കയാണ് മറ്റുള്ളവരെ ഫണ്ട് കൊടുത്തത്. ഇതാണ് മനസ്സിലാക്കി. ഈ രാജ്യങ്ങളിൽ കേട്ടേ മതിയാവത്തു. ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഞാൻ ഈ പറയുന്നു, നിങ്ങൾക്ക് മനസ്സിലായി. ചില ആൾക്കാർക്ക് ശരിക്കും വായിച്ച് നോക്കണം എങ്ങനെയാണ് അമേരിക്ക പലയിടത്തും ഗെയിം പ്ലാൻ ചെയ്യുന്നത്. ഗെയിം പ്ലാൻ ചെയ്യുന്ന അമേരിക്കനാണ് ഈ ലോക പോലീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അവൻ്റെ കയ്യിലാണ് ബാങ്ക്, അവൻ്റെ കയ്യിലാണ് ധനവും സമ്പാദ്യം. അവൻ വിചാരിക്കുക അത് കൊടുക്കണ്ട. അപ്പോൾ ആരെ കൊണ്ടുവരണം. അവർ ചലഞ്ച് ചെയ്യാൻ ഇത്ര രാജ്യങ്ങളുണ്ട്. ഇതാണ് ചോദ്യം. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു രാജ്യം പോലും അമേരിക്ക ചലഞ്ച് ചെയ്തിട്ടില്ല. കാരണം ആ ഒരു കൺട്രോളിലാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. ഈ സീസ്പാൻ പറ്റി നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ഹോസ്റ്റേജസ് അവർ പറയുന്ന 65 പേര്. പക്ഷെ അത് 20-നും 15-നും താഴെ ഉള്ളൂ എന്നാണ് റിപ്പോർട്ട്സുകൾ പറയുന്നത്. കാരണം ഈ വന്ന ഹോസ്റ്റേജസ് ഈ ഇസ്രായേലി ഡിപ്ലോമാറ്റ്സും അമേരിക്കൻ ഡിപ്ലോമാറ്റ്സുമായിട്ടും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞു, ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ ആരോഗ്യനില വളരെ മോശമാണ്. വളരെ മോശം. കാരണം വല്ലാത്ത കണ്ടീഷനിലാണ് ജീവിച്ചു പോകുന്നത്. ഇതുകൊണ്ടൊക്കെ ഇസ്രായേലിന് താല്പര്യം വരുന്നത് ഈ കംപ്ലീറ്റ് വിഡ്രോ ചെയ്ത് പോകെ. ഇസ്രായേലിന് താല്പര്യം വാർ തുടങ്ങാനാണ്. അമേരിക്കയ്ക്ക് ആ താല്പര്യത്തിലോട്ടായി. കാരണം അമേരിക്ക 2 സ്റ്റെപ്പ് മുമ്പിലോട്ട് കയറുക. അതായത് ഈ സാറ്റർഡേക്കുള്ളിൽ മുഴുവൻ ഹോസ്റ്റേജസിനെ വിട്ടില്ല എങ്കിൽ അമേരിക്ക പ്രസിഡന്റ് പറഞ്ഞ ഗോ ടു ദ ഹെൽ എന്നാണ് പറഞ്ഞത്. അറസ്റ്റോട് പോകുന്നതല്ല. എന്തിൻ്റെ റീസൺ എന്നൊക്കെ ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് വീണ്ടും വാള് വരുന്നു. ഈജിപ്തിനെ കൊണ്ട് അവൻ്റെ എൻട്രി എന്ന് തുറക്കി. അവിടെയുള്ള സാധ്യത എണ്ണത്തെ അവിടുന്ന് കുറുകൂടെയായി. അതായത് ഒരു വാറും കൂടെ വന്നു കയറുക, ഈ ഗാസെ ഫുള്ളായി കരിച്ചങ്ങ് ദൂരണ്ടാണ്. ഇതാണ് ഉദ്ദേശം. ഈ സാധനം മുഴുവൻ അവിടുന്ന് ഫ്ലഷ് ഔട്ട് ചെയ്തൊക്കെ പോകും.
മുഴുവൻ ഈജിപ്ത്. കാരണം ഈജിപ്റ്റ് ഉദ്ദേശിച്ച് വെച്ചാൽ അവരോട് വരെ തുറക്കാൻ പായി. അതായത് ഈജിപ്തിട്ട് എൻ്റെ അങ്ങോട്ട് തുറക്കാൻ പായി. ഈ സാധനങ്ങൾ മുഴുവൻ അങ്ങ് പുറത്തോട്ടൊക്കെ പോകും. പുറത്തോട്ട് പോയ വാതിൽ നടക്കി. ഇതാണ് ഉദ്ദേശം. ഇത് വളരെ ഈ മതമതി ഹമാസക്ക് പറഞ്ഞ് സുഡാപ്പികട്ടോ ഈ മത തെയ്യക്കാതെ തലയ്ക്ക് പാട്ട, തലയ്ക്ക് പ്രാന്ത, അല്ലെങ്കിൽ പൊട്ടന്മാർ. അത് ടോപ്പ് റേറ്റിൽ സംഭവം ഉണ്ടായപ്പോൾ അവർ പോലും വിചാരിച്ചു കാലത്ത് ഇതിൻ്റെ പിക്ചർ ഇങ്ങനെ ആയിക്കോക്കും. ഏത് രീതിയിലാണ് പോയിട്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ സൂചന അറിയാം. അതായത് 10 ബ്രിട്ടേറ്റ് എത്തി 8 ബിൽഡിങ്ങും പൊളിക്കൂടി. ഇസ്രായേലിൽ ഡെലിബറേറ്റായിട്ട് ബിൽഡിങ് പൊളിച്ചതാ. വാളിൻ്റെ വേഗം പറയും മക്കാകുത്തേരാൻ അവർ മനഃപൂർവ്വം തീർത്തതാ. എന്തിനാ തീർത്തത്? ഇനി തിരിച്ചതോടെ താമസിക്കരുത്. അതുകൊണ്ടാണ് ബിൽഡിങ് ഒന്നടങ്കം തീരാത്തത്. അതോടുകൂടി ഇനി അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. എന്താണ് കഴിഞ്ഞ 1.5 ആഴ്ച കൊണ്ട് ഇസ്രായേലി ആംഡ് ഫോഴ്സ് അവിടെ ആൾക്കാരോട് സ്വയം എത്ര പേര് പിൻവാങ്ങാൻ തയ്യാറാണ്, ഗാസയിൽ പോകാൻ തയ്യാർ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ 20% ആൾക്കാർക്ക് അവിടെ ജീവിക്കാൻ. ആ രീതി കഴിക്കുകയാണ് ഗാസ. ഇതാണ് സിൻജാനത്തെ കറണ്ട് സിറ്റി. ഇതൊക്കെ ഗ്ലോബൽ മീഡിയയിൽ ഇങ്ങനെ റിപ്പോർട്ട് വരുന്നുണ്ട്. കാരണം അവിടെ പാലസ്തീൻകാർക്ക് ഗസയിൽ താമസിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അതിനകത്തുനിന്ന് തീവ്രവാദികളുടെ സംഭവമാണ് അവർക്ക് താല്പര്യം. വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ടും അതിനൊക്കെ കൈകാര്യം ചെയ്യും. മനസ്സിലാക്കുക. ഗസ എന്ന് പറയുന്നത് ഒരിക്കലും അത് പാലസ്തീൻകാരുടെ ഐക്യയില്ല വരാൻ പോകുന്ന ദിവസം. നമുക്ക് 6-7 മാസം കഴിയുമ്പോൾ കണ്ടോ ഗസ കംപ്ലീറ്റ് ആയിട്ട് ഫഷാവുകയും അത് ഒരു പുതിയൊരു സംഭവമായി മുഴുവനായിട്ട് അറ്റാന്റിക്കിൻ്റെ സൈഡാണ് മനോഹരമായ സ്ഥലമാണ് ഇത് എന്ന് മാറ്റിയത്. ലോങ് ടൈം അമേരിക്കയുടെ ആയിരിക്കും, അമേരിക്കൻ ബേസുകളൊക്കെയാണ്. ഇതോടുകൂടി ആ ഭാഗത്ത് അമേരിക്കയായിരിക്കും അവിടെ കൺട്രോൾ ചെയ്യും. ഇതാണ് സംഭവം ഉണ്ടാകാൻ പോകും. അതിൻ്റെ കൂടെ തന്നെ തെക്കൻ ലെബനൻ കയറി പിടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതേപോലെ തന്നെ ഈ സിറിയയുടെ ഡമാസ്കസ് വരെ 80-90 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ അവിടെ കയ്യിലാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ടെക്നിക്കലി അത് വലുതായിക്കരുത്. ഇനി ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു അതായത് വെസ്റ്റ് ബാങ്കും ഹാവ് അനക്സേഷൻ ഡിക്ലെയർ ചെയ്ത് ബജറ്റ് കൂടും. ഇത് അമേരിക്കൻ പ്ലാൻ. ഇത് വ്യക്തമായ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ടായി ഇതിനകത്ത്. ഇതാണ് ഞാൻ പല ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും ജൂയിഷ് കമ്മ്യൂണിറ്റിയോട് അമേരിക്കൻസിനോടും ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയോടും ഇവരോട് ശ്രദ്ധ ഒരു വലിയ ബിബിലിക്കൽ പ്രൊഫസിയാണ്. ഞാൻ ഇത് നടത്തിയേ മതിയാം. അതിനുവേണ്ടിയാണ് ട്രംപിനെ അധികാരത്തിൽ കയറ്റിയത്. ഇതാണ് എനിക്ക് കാര്യകാരണ സഹിതം എന്ന് പറയാം. അല്ലാതെ കേരളത്തിലെ ചില യൂട്യൂബ് സാറ്റലൈറ്റും ബേസിക്കലൊക്കെ ഗ്ലോബൽ പൊളിറ്റിക്സിനെ പറ്റി കാര്യങ്ങളെന്ന് പറയും. എന്താണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പവർ, ഇസ്രായേലിൻ്റെ മൈറ്റി ആറോ അവരുടെ ഡിഫൻസിൻ്റെ പവർ, ഇത് ക്ലബ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് അവരുടെ കൺട്രോൾഡായി. നിങ്ങൾ നോക്കുമ്പോൾ ഇറാനൊക്കെ പോയി ഒന്നും വരാതായി, ഹിസ്ബുള്ള അവിടെ പോയി നാശമായിപ്പോയി, പൂത്തി അവിടെ പോയി പിന്നെ സൈഡ് മോരിട്ട് പോയി, ഹമാസ് അവിടെ പോയി അതുമില്ലാതെ ആരാണിപ്പോൾ എതിർക്കാൻ? സിറിയയിൽ അവിടെ പോയി, സിറിയ അസാദരോട് പോയി ആലോചിച്ചു. ഗണ് പറ്റിയ സമയം റഷ്യ ആർക്കി അവനെ കാര്യത്തിൽ ഉക്രൈനുമായിട്ട് അടിയുണ്ടാക്കി അവൻ ആ ദ്വീപിൽ അന്വേഷിച്ച ചൈനക്കാരോട് പക്ഷേ താജ്യത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമായിട്ട് തലയിൽ കയറത്തില്ല. പറ്റിയ സമയം ഇത് ക്യാപ്ചർ ചെയ്ത് ഈ ഭാഗം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ സമയം അത് കയറി അടിച്ചു അവരെ കയ്യിൽ. ഇതോടുകൂടി വെസ്റ്റ് ഏഷ്യൻ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ ഇഷ്യൂ എന്ന് മാറുക. പൂർണ്ണമായിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആ ഭാഗത്ത് ഏറ്റവും വലിയ ഡോമിനേറ്റ് ചെയ്യുന്ന ശക്തിയായി മാറും. എന്താ സൗദി യു എ മിട്ടിയിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. അവർക്ക് താല്പര്യമായിട്ട് അമേരിക്ക ഇസ്രായേൽ വരുന്നതാണ്. കാരണം ഇവർക്കും മടുത്ത് ഈ മതഭീകരതയും ഈ മത തീവ്രവാദവും സലഫിസം ഇസ്ലാം ഇത് അവർക്കും മടുത്തു. അവരും പറഞ്ഞ് ഈ സാധനം ഒഴിഞ്ഞു പോകട്ടെ, ഈ പറയുന്ന പാലസ്തീൻ ആണെങ്കിൽ ഹമാസ് ഒഴിഞ്ഞു പോകട്ടെ. ഇതാണ് ഈ രാജ്യങ്ങളുടെ താല്പര്യം. അതാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അത് മാത്രമേ സക്സീഡ് ആകുകയുള്ളൂ. വരാനൊന്ന് ദിവസങ്ങളിൽ നിങ്ങൾ കണ്ണുള്ള ഇതാണ് സംഭവിക്കാൻ തോന്നുന്നത്.